ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു റോബോട്ടുണ്ട്, നമ്മുടെ ഒരു എക്കോ വാക്സ് ക്ലീനിങ് റോബോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടോ, ഒരു ഷോർട്ട് വീഡിയോ, ഒരു 3 മിനിറ്റ് വീഡിയോ ഉണ്ട്. ഞാൻ ഇന്നലെ ആ വീഡിയോ ഇട്ടോ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇനിയൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇതെങ്ങനെ ക്ലീൻ ചെയ്യാം, ഞാനിതെങ്ങനെയാണ് നമ്മളെ റോബോട്ടിനെ ക്ലീൻ ചെയ്യണത്, വാഷ് ചെയ്യണത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളെ റോബോട്ടിനെ വാഷ് ചെയ്യണ വീഡിയോ ആണ്. ഓക്കെ ഓക്കെ നിജു പോയി റോബോട്ടിനെ എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഓക്കെ പോവാം. ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ അഴിച്ച് പൊളിക്കാം. ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യണം. നമ്മൾ പൊടി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 3-4 പ്രാവശ്യം ക്ലീനിങ് കഴിയുമ്പോഴോ നമ്മളിത് പൊടിയൊക്കെ എടുത്ത് കളയണം. ഇതിപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ എടുത്ത് കളഞ്ഞ പൊടിയാണ്, അതുകൊണ്ട് അതിനകത്ത് വലിയ പൊടി ഇല്ല. പക്ഷേ മാസത്തിൽ ഒരിക്കലെങ്കിലും മിനിമം ഈ സാധനം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മെയിൻ ബ്രഷൊക്കെ എടുക്കാൻ നേരം നമുക്ക് അറിയാൻ പറ്റും, ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ചെളി കയറ്റി ഭയങ്കര കട്ടിക്കിരിപ്പുണ്ട്. നമ്മൾ തുണി കൊണ്ട് തുടച്ചാൽ, പേപ്പർ കൊണ്ട് ടിഷ്യൂ കൊണ്ട് തുടച്ചാലൊന്നും പോകില്ല. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യണം. വാഷ് ചെയ്യാത്ത ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇതിൻ്റെ മെയിൻ ബ്രഷാണ്. ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ഈ സൈഡ് ബ്രഷാണ്. സൈഡ് ബ്രഷിന് അത്യാവശ്യം പൊടിയെ കയറി പിടിക്കും. അതിനകത്തൊരു സ്ക്രൂ ഡ്രൈവർ ഏരിയനെ തരണുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്താൽ മതി. അതെടുക്കുക, സ്ക്രൂ എടുക്കുക. ഓക്കെ, സൈഡ് ബ്രഷ് റെഡി. ഇനി ആ സ്ക്രൂ മിസ്സായി പോകരുത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതിനകത്ത് ഞാൻ സ്ക്രൂ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വീല് ഉള്ളത് ഇതാണ്. ആക്ച്വലി ഇതിനകത്ത് നല്ല രീതിയിൽ പൊടി, ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ക്ലീൻ ചെയ്തതാണ്, എന്നാൽ പോലും അതിനകത്ത് പൊടിയുണ്ട്. ഇതിനകത്ത് ഈ സ്ക്രൂ ഡ്രൈവർ ഈ സൈഡിലോട്ട് കയറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു സൈഡ് അളവും, ഇവിടെയും ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡ് അളവും, അപ്പം ഇത് വരും. ഇതിനകത്ത് നമ്മൾ നോക്കിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണമെന്നാണ് വലിയ രീതിയിൽ പൊടി ഇല്ലാത്തത്. ഇല്ലെങ്കിൽ ഈ വീല് കയറി സ്റ്റക്കാവും. അപ്പോൾ സ്റ്റക്കാവുന്ന നേരം നമുക്കത് ഓടാനൊക്കെ ഇതിന് പാടായിരിക്കും. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഊരിയെടുക്കാനുള്ളത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു ചെറിയൊരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ വൈപ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. മെയിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നോക്കണം, ഇതിനകത്തൊരു വാട്ടർ ഡാമേജ് ഇൻഡിക്കേറ്റർ ഒരു സാധനമുണ്ട്. നമ്മൾ ഇതിനകത്ത് വെള്ളമോ വല്ലതും കയറി കഴിഞ്ഞാൽ ഇത് റെഡ് കളറാവും. റെഡ് കളറായി കഴിഞ്ഞാൽ നമുക്ക് വാറൻറ്റി കിട്ടില്ല. പിന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞോണം. ഇതാണ് മെയിനായിട്ട് തുടയ്ക്കേണ്ടത്. ഈ ഭാഗമാണ് തുടയ്ക്കേണ്ടത്, വേറെ വലുതായിട്ട് ഒരിടത്തും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വാഷ് ചെയ്യേണ്ട സാധനങ്ങൾ. ഈ 1, 2, 3 ഇരയിൽ ഇതിനകത്ത് നമ്മൾ വാഷ് ചെയ്യുന്ന നേരത്ത് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം, ഇതിനകത്തൊരു ഫിൽറ്ററുണ്ട്. ഫിൽറ്റർ വാഷ് ചെയ്യാം, ഇത് വാഷ് ചെയ്യാം. ഇത് മൊത്തം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. നമുക്ക് പൊടിയെ കളഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി പിന്നെ ഒരു കാര്യം കൂടെ മിസ്സായിപ്പോയി. നമ്മളിത് ക്ലീൻ ചെയ്യുന്ന നേരത്ത് ഇതിനകത്ത് ഇവിടെ മുകളിലൊരു ഹെഡ് പോലൊരു സാധനം കാണാം. ആക്ച്വലി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഡാറാണ്. ഇതുവഴി ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്. അത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിനെ കറങ്ങും. ഞാൻ ഒരു വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ നൈറ്റ് നമ്മൾ CCTV ക്യാമറയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈഡാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണാം. അതിനകത്ത് പൊടിയോ പേപ്പറോ എന്തെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം വർക്കാവില്ല, ഇറങ്ങി ഓട പോലും ഇല്ല. അതായത് അതിനകത്ത് ഇതെന്ന് പറയാം, എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ ഇൻഡിക്കേഷൻ നോട്ടിഫിക്കേഷൻ ആപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കും, അല്ലാതെ അത് വർക്കാവും. ഇത്രയും ഐറ്റംസാണ് അപ്പോൾ നമുക്ക് വാഷ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററും, ഇതിനകത്ത് ഒരു ഫിൽറ്ററിൻ്റെ ഒരു സാധനം കൂടെ ഉണ്ട്, ഇത് മാറ്റി. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഇതെല്ലാം പൊടിയാണ്, ഇതെല്ലാം പൊടിയാണ്. പോയിട്ട് നമുക്ക് ഇതിനകത്ത് തൽക്കാലം ഇപ്പോൾ കുറച്ചുള്ള പൊടിയുണ്ട്, അതും കൂടെ നമ്മൾ കളയാം. ഇതിങ്ങനെ തട്ടിക്കളഞ്ഞാൽ പോരാ. ആക്ച്വലി ഒരു ബ്രഷ് വല്ലതും ഉണ്ടെങ്കിൽ ആ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യണം. നമുക്ക് ഇതുപോലെ തന്നെ പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുത്താൽ മതി. ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാറൊന്നുമില്ല, നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്ന നേരത്തെ ഇതിൻ്റെ അടിയിലും കൂടെ കുറച്ച് പൊടിയിരിക്കാൻ സാധ്യതയുണ്ട്, അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള പൊടിയെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വാഷ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്കുള്ള ഫിൽറ്ററാണ്. ഫിൽറ്റർ അതായത് ഇവിടെ തട്ടപ്പോൾ തന്നെ ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇട്ട് കണ്ട ഇതേപോലെ ഞാൻ 2 ദിവസം മുമ്പ് ക്ലീൻ ചെയ്യണം. പക്ഷേ എന്നാൽ പോലും ഇത്രയും പൊടി അതിനകത്ത് വേണം. അപ്പോൾ ഫിൽറ്റർ ഇത്രയാണ്. ഇനി നമുക്ക് എന്തായാലും വാഷ് ചെയ്യാം. ബാക്കിയെല്ലാം സിമ്പിളാണ്. ആ കൂടെ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഈ ഫിൽറ്ററാണ്. ഫിൽറ്ററിൽ ഒരുപാട് പ്രഷറോ കാര്യങ്ങളോ കാരണം ഇത് പേപ്പറാണ് ഈ സാധനം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രഷ് ഇടുക, സോപ്പ് ഇടുക, ഇങ്ങനെ ആക്കി ഇതേപോലെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ആക്കി അതിനെ വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് സോപ്പ് പൊടി അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതെല്ലാം വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണത്, ജസ്റ്റ് നമ്മൾ എടുക്കുക, ഇതേപോലെ ഹൊറിസോണ്ടലി നമ്മൾ ഇങ്ങനെ ആക്കിയാൽ മതി. തിരിച്ചിങ്ങനെ ആക്കരുത്, ഫിൽറ്ററാണ്, പേപ്പറിലാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നത്. നമ്മൾ ഒരുപാട് നേരം വെള്ളത്തിലിടാനും പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ ജസ്റ്റ്
അത്യാവശ്യം ചെറിയ പ്രഷറിൽ വെള്ളത്തിൽ ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് ഉള്ള പൊടിയെല്ലാം വെളിയിലോട്ട് വയ്ക്കുള്ളൂ. ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്താൽ മതി. എത്ര സമയം 9 മാസം അടുപ്പിച്ചാണ്. 9 മാസം കൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇടയ്ക്ക് ക്ലീൻ ചെയ്യണത്. ഇത് നന്നായിട്ട് ഉണങ്ങണം. ഫുൾ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിത് തിരിച്ചതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ. ഒരു തുള്ളി വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഇതിനകത്ത് പൊടി ഒരുമാതിരി സ്റ്റക്കായിരിക്കും, ഉണങ്ങിപ്പോവും. അതുകൊണ്ട് നമ്മൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഫിൽറ്റർ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആക്ച്വലി നിങ്ങളിൽ ടിഷ്യൂ എല്ലാം ഉണ്ടെങ്കിൽ ടിഷ്യൂവിലിട്ടതിന് ശേഷം ഈ ഫിൽറ്റർ ഒന്ന് അതായത് പെട്ടെന്ന് ഇതിനകത്തുള്ള വെള്ളം പെട്ടെന്ന് അങ്ങ് ഉണങ്ങി പിടിക്കും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ഇതേപോലെ. മറ്റേ നമ്മൾ ഫുള്ള് ഇല്ലെങ്കിൽ നല്ല വെയിലെത്തിച്ച് ഉണക്കണം. എന്നാൽ പോലും അതിന് മുന്നേ ടിഷ്യൂ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തുണിയിൽ പോകില്ല. ഇത്രയും ഒരു ടിഷ്യൂ ഉണ്ടെങ്കിൽ, ഒരു 4-5 ടിഷ്യൂ ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം അതിനകത്തുള്ള വെള്ളം, ഇത് പേപ്പർ പോലെ ആയതുകൊണ്ട് നല്ല റേഞ്ചിൽ വെള്ളം ടിഷ്യൂലോട്ട് വരും. ആക്ച്വലി ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ ടിഷ്യൂ തന്നെയാണ്. തുണിയെ വെച്ച് തുടങ്ങാനേക്കാട്ടി ഭയങ്കര ബെറ്ററായിട്ട് വെള്ളം പോകും. കാരണം ഇതിനകത്ത് കുറച്ചെങ്കിലും വെള്ളം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വാക്യൂം ചെയ്യാൻ നേരത്ത് ഈ പൊടി എല്ലാം കൂടെ ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അവിടെ ഒരുമാതിരി കട്ടിക്ക് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ടിഷ്യൂ ഇട്ട് തുടങ്ങിയെങ്കിൽ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആക്ച്വലി ഇപ്പോൾ ഇത് നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നോക്കിയറിയാം, മാക്സിമം നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇത്രയൊക്കെ മതി, നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫിൽറ്ററാണെങ്കിൽ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് ഉണങ്ങണം. നമ്മളെ മെയിൻ ബ്രഷുണ്ട്, മെയിൻ ബ്രഷൊക്കെ നല്ല പൊടിയും ചെളിയൊക്കെയാണ്, അതെല്ലാം പോയിട്ടുണ്ട്. സൈഡ് ബ്രഷൊക്കെ നല്ല ഡാമേജ്, നമുക്കിത് മാറ്റാനും റീപ്ലേസ് ചെയ്യാനുള്ള ടൈമായി വരുന്നത്. അതുപോലെ ഈ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതിനകത്തും എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ തൽക്കാലം ഇന്നൊരു ദിവസം ഒരു 3-4 മണിക്കൂർ ഫാനിട്ട് ഒന്ന് ഉണങ്ങാൻ വയ്ക്കും. ഇന്നിപ്പോൾ വൈകിട്ടായി. നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമ്മളിതിൻ്റെ അടുത്ത് ഒരു 1-2 മണിക്കൂർ വെയിലത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇതൊന്നും ഈ ഫിൽറ്ററും ഈ നെറ്റ് പോലത്തുള്ള ഈ സാധനവും ഈ സൈഡ് ബ്രഷ് ഇതേപോലെ ലൈറ്റ് വെയിറ്റുള്ള സാധനങ്ങളൊന്നും ചുമ്മാ തുറന്ന് വെക്കരുത്. വേറെ ഒന്നുമില്ല, കാക്ക അതേപോലെ വല്ലതും വന്നെങ്കിൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒന്നേന്ന് സെറ്റോടെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അല്ലാതെ സൈഡ് ബ്രഷൊക്കെ ഒന്നായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കണം. വല്ല കവറിലാക്കി അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ട്രേക്കകത്ത് വാങ്ങി വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മളെ ക്ലീനിങ് വീഡിയോ. ഞാൻ എന്തായാലും നമ്മളെ റോബോട്ടിനെയും കൂടെ ഒന്ന് കാണിച്ചു തരാം തുടച്ചതിന് ശേഷം. ഓക്കെ, ഇതാണ് നമ്മളെ റോബോട്ട് നമ്മൾ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട്. വേറെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തൊരു ലെയ്ഡാർ സെൻസറുണ്ട്. ഇതാണ് ആ സെൻസർ. ആ സെൻസറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് വെറുതെ ഒന്ന് ടിഷ്യൂ ഇട്ടൊന്ന് തുടച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ബാക്കിയെല്ലാം കാര്യങ്ങളും നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ആ മെയിൻ ബ്രഷ് കമ്പാർട്ട്മെൻറ്റ് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ വയ്ക്കും. നമ്മൾ നാളെ ഇതെല്ലായിടത്തും ഫിക്സ് ചെയ്യും. ഇന്ന് ഇതിൻ്റെ ഫുൾ റെസ്റ്റാണ്, ഒരു ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി വേറൊരു വീഡിയോ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇനി അടുത്തത് ഞാൻ ഇത് യൂസ് ചെയ്യാൻ ഒരു 8 മാസത്തിൽ കൂടുതലായി, 9 മാസമായി. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ വീഡിയോയും കൂടെ നമ്മളെ അടുത്തത് അപ്ലോഡ് ചെയ്യണമായിരിക്കും.